രചന ഉണ്ണികൃഷ്ണൻ കാക്കൂർ. ആലാപനം രമ്യ ആശിഷ്. നേരമില്ലച്ഛനുണ്ണീ പിൻവിളി വിളിക്കാതെ, ദൂരെയാണിപ്പോൾ പണിയിത്തിരി വൈകിപ്പോയി ഞാൻ. 4 നാഴിക നടന്നക്കരയെത്താൻ നേരമിത്തിരി വേണ്ടേ, എന്നാൽ ബസ് ചാർജ് മിച്ചം വയ്ക്കാം. കേവലം 3-4 നാളുകൾ മാത്രം ബാക്കി സ്കൂളുകൾ തുറക്കുവാൻ. എന്തെല്ലാം ചെലവുകൾ! ആദിയാണുള്ളിൽ നീറിപ്പുകയും നെരിപ്പോടാണച്ഛൻ്റെയുള്ളം. പക്ഷേ ചിരിക്കും മുഖമല്ലോ. ആദിയാണുള്ളിൽ നീറിപ്പുകയും നെരിപ്പോടാണച്ഛൻ്റെയുള്ളം. പക്ഷേ ചിരിക്കും മുഖമല്ലോ. പുസ്തകം വേണം, ട്യൂഷൻ ഫീസുകളടയ്ക്കണം, പിഞ്ഞിയ കുപ്പായത്തിൻ പകരം പുത്തൻ വേണം. കുഞ്ഞനിയത്തിക്കൊരേ വാശിയാണവൾക്കെല്ലാം, പുത്തനായിരിക്കണം, കന്മഷം തീണ്ടാത്തവൾ. പുസ്തകം വേണം, ട്യൂഷൻ ഫീസുകളടയ്ക്കണം, പിഞ്ഞിയ കുപ്പായത്തിൻ പകരം പുത്തൻ വേണം. കുഞ്ഞനിയത്തിക്കൊരേ വാശിയാണവൾക്കെല്ലാം, പുത്തനായിരിക്കണം, കന്മഷം തീണ്ടാത്തവൾ. കഥനകഥകൾ ഞാൻ മൊഴിയാറില്ല, കണ്ണിൽ ഇരുട്ടാണെന്നാകിലും കൈത്തിരി ചോദിച്ചില്ല. ഉരുകും മെഴുതിരിയാവണമച്ഛൻ മക്കൾക്കെന്നെന്നും വസന്തത്തിൽ വർണ്ണങ്ങൾ വാരിച്ചൂടാൻ. കഥനകഥകൾ ഞാൻ മൊഴിയാറില്ല, കണ്ണിൽ ഇരുട്ടാണെന്നാകിലും കൈത്തിരി ചോദിച്ചില്ല. ഉരുകും മെഴുതിരിയാവണമച്ഛൻ മക്കൾക്കെന്നെന്നും വസന്തത്തിൽ വർണ്ണങ്ങൾ വാരിച്ചൂടാൻ. കൂട്ടുകാർ ചിലരൊക്കെ വിളിക്കും, നമുക്കൊന്നിച്ചൊരു സിനിമയ്ക്ക് പോകണം. പിശുക്കൻ നീ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല കൂട്ടുകൂടുവാൻ, പക്ഷേ ഇത്തിരി പോക്കറ്റിന്റെ വലിപ്പം നോക്കണ്ടയോ. വെളുപ്പാണച്ഛനിഷ്ടം, നിത്യവും അലക്കുവാനിത്തിരി പാടെന്നാലും ഒറ്റയിലൊതുക്കാലോ. എത്രയോ സഹനത്തിൽ കഥകൾ ചൊല്ലാനുണ്ടാം, ഏതൊരച്ഛനും പാരിലൊക്കെയും മക്കൾക്കായി. എത്രയോ സഹനത്തിൽ കഥകൾ ചൊല്ലാനുണ്ടാം, ഏതൊരച്ഛനും പാരിലൊക്കെയും മക്കൾക്കായി. ഏതൊരച്ഛനും പാരിലൊക്കെയും മക്കൾക്കായി. നന്ദി, നമസ്കാരം.